ഗുഡ് മോർണിംഗ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് ഷംല. നമുക്ക് ഇന്നൊരു മോർണിംഗ് ഗൈഡൻസ് നോക്കാം. എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ദീർഘനിശ്വാസം എടുത്തു വിടുക. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇന്നത്തെ മോർണിംഗ് ഗൈഡൻസ് എന്താണ്, എനർജി എന്താണ്, സിറ്റുവേഷൻ എന്താണ് നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. താങ്ക് യു യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് വരുന്നത് 10 ഓഫ് സോഡാണ്. വേദനയുടെ ഒരു അധപ്പതനത്തിൻ്റെ കാർഡാണ്. സെക്കൻഡ് വന്നിരിക്കുന്നത് 7 ഓഫ് പെൻഡക്കിളാണ്. കഷ്ടപ്പെട്ട് ധനം സമ്പാദിക്കുന്നതിൻ്റെ ഒരു എനർജിയാണ്. തേർഡ് കാർഡ് വന്നിരിക്കുന്നത് മേജർ ആർക്കാന കാർഡാണ്. വീൽ ഓഫ് ഫോർച്യൂൺ. 10 ആണ് നമ്പർ വന്നിരിക്കുന്നത്. 10 മീൻസ് അത് 1 ലീഡർഷിപ്പ് ക്വാളിറ്റി, ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ടാകുന്നൊരു കാർഡാണ്. നമുക്ക് നോക്കാം, നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. യൂണിവേഴ്സ് എന്താണ് നമ്മളോട് യൂണിവേഴ്സ് മോർണിംഗ് മെസ്സേജ് തരുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ചതിവിൽപ്പെട്ട് വേദനാജനകമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വെച്ച ധനത്തിൽ നഷ്ടം വരികയോ ആരെങ്കിലും അത് മേടിച്ചിട്ട് തിരിച്ചു തരാതിരിക്കുകയോ അല്ലെങ്കിൽ വിശ്വാസത്തോടുകൂടി ചെയ്തു കൊടുത്ത പല കാര്യങ്ങളെയും അവിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ 10 ഓഫ് സോഡ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആത്മാർത്ഥതയോടെ അവിടെയോടൊപ്പം നിന്നതാണ് 7 ഓഫ് പെൻഡക്കിൾ. നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് നിന്ന് അധ്വാനിച്ച് നേടുന്ന ഒരു എനർജിയാണ് നിങ്ങളുടേത്. പക്ഷേ നിങ്ങൾക്ക് എവിടെയോ വേദനയും ചതവും ഒക്കെ സംഭവിച്ചിരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. അതാണ് മേജർ ആർക്കാന ആത്മീയ മെസ്സേജ് എന്ന് പറഞ്ഞാൽ മേജർ ആർക്കാന കാർഡാണ്. 10 ആണ്. 10 എന്ന് പറഞ്ഞാൽ 1 ലീഡർഷിപ്പ് ക്വാളിറ്റി, സൺ എനർജിയൊക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങളെ കഷ്ടപ്പാടിന് തീർച്ചയായിട്ടും പ്രതിഫലം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന്, നേച്ചറിൻ്റെ ഭാഗത്തു നിന്ന്, യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സ് സപ്പോർട്ടാണ്, ഗോഡ് സപ്പോർട്ടാണ്, ഈ നേച്ചർ സപ്പോർട്ടാണ്. നിങ്ങളുടെ കഷ്ടപ്പാടിന് പ്രതിഫലം ഉണ്ടാകും. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക. ഇതിൻ്റെ കൂടുതൽ റീഡിങ്സ് ആവശ്യമുള്ളവർ പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് മെസ്സേജ്. റെക്കി ഹീലിങ്ങും ഓറ സ്കാനിങ്ങും ഞാൻ ചെയ്യുന്നതാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആത്മീയ കാർഡാണ്. നിങ്ങൾക്ക് അബണ്ടൻസും പ്രോസ്പെരിറ്റിയും സ്ട്രെങ്ത്തും ഒക്കെ കൊണ്ടുവരും. പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. സൺ എനർജിയുടെ കാർഡാണ്. ലക്കി കാർഡാണത്. ഭാഗ്യചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാർഡാണ്. ആ വേദന സഹിച്ചതിന്, കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് നീക്കം ചെയ്തതിന്, കൂടെ നിന്നതിന്, കഷ്ടപ്പാടിന് ദൈവം നൽകുന്ന ഒരു ഗിഫ്റ്റായിട്ട്, യൂണിവേഴ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക്. ലക്കിയായിട്ട് ഫൈനാൻസ് വരിക, റിലേഷൻഷിപ്പ് വരിക, കരിയർ അബണ്ടൻസ് ഉണ്ടാവുക, ജോബിൽ സ്ഥാനക്കയറ്റം ഉണ്ടാവുക, പ്രൊമോഷൻ കിട്ടുക. അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നമുക്കിത് റെസനേറ്റ് ചെയ്യാം. ജനറൽ റീഡിങ്ങാണ്. റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുത്താൽ മതി. ചതവ് സംഭവിച്ചത് ആരിൽ നിന്നായാലും അവരോട് ക്ഷമിച്ചു കൊടുക്കുക. നമുക്ക് നല്ല അബണ്ടൻസ് വരുന്നതുകൊണ്ട് സൺ എനർജി നമുക്ക് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വിട്ട് കൊടുക്കുക തന്നെ വേണം. മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഇതാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സിന്. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ഹായ് അയയ്ക്കുക. ഓറ സ്കാനിങ്ങും റെക്കി ഹീലിങ്ങും ഞാൻ ചെയ്യുന്നതാണ്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ഏത് വേദനയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നിങ്ങളുടേത്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ടായി, സൺ എനർജിയായി നിങ്ങൾക്ക് ഭാഗ്യത്തെ, ലക്നെസ്സിനെ കൊണ്ടുതരുന്നത്. നിങ്ങളുടെ കഷ്ടപ്പാട്, നിങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു എനർജിയും കൂടിയാണ്. കഷ്ടപ്പെട്ട്, അതായത് എന്തിനും എഫേർട്ട് എടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.